ഇതിപ്പോൾ നിങ്ങളുടെ പ്രശ്നമാണെന്നേ. NSS ഇങ്ങനെ പറയാൻ നിർബന്ധിതമാകുന്നത് കോൺഗ്രസിന്റെ കെൽപ്പ് കുറവുകൊണ്ടാണ് എന്ന് മുൻ KPCC പ്രസിഡന്റ് തന്നെ പേര് പറയാൻ ഭയത്തോടുകൂടി പറയുകയാണ് മാധ്യമങ്ങളോട്. ഇതിലിപ്പോൾ CPM-ന്റെ മെക്കിട്ട് കയറിട്ട് വല്ല കാര്യമുണ്ടോ ശ്രീകുമാർ? അല്ല, മുൻ KPCC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സ്വപ്നം കണ്ടെഴുതിയായിരിക്കും. അങ്ങനത്തെ ഒന്നും ഉത്തരം പറയാൻ എന്തായാലും സൗകര്യമില്ല. വേണു CPM-ന്റെ മുഖപത്രത്തില് അതുമായി ബന്ധപ്പെട്ടൊരു മുഖപ്രസംഗം പോലും എഴുതിയിട്ടില്ല ഇതുവരെ. ഈ മറ്റേ പമ്പയിൽ നടന്ന സമ്മേളനത്തിന്റെ അതിനുശേഷമുള്ള നിലപാടുകളെ കുറിച്ച് ഒരു മുഖപ്രസംഗം പോലും CPM-ന്റെ മുഖപത്രത്തിലില്ല. അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് നിലപാടില്ല എന്നുള്ളതല്ലേ? വാസവൻ മന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു സന്ദേശം വായിച്ചു. പോട്ടെ, അതൊരു BJP-യുടെ പ്രമുഖ നേതാവാണ്, അവർക്ക് ആവശ്യമുണ്ടായിരിക്കും, വായിച്ചു. ഇവിടെ വിഴിഞ്ഞത്ത് അദാനിയെ പുകഴ്ത്തിയില്ലേ ഇവര്? അദാനിയെ പുറത്തേക്ക് പ്രധാനമന്ത്രി എന്നിവരെ പരിഹസിച്ചില്ലേ? കമ്മ്യൂണിസ്റ്റുകളും അദാനിയെ പുകഴ്ത്തുന്ന. അപ്പൊ ഇവർക്ക് എന്ത് നിലപാടാണുള്ളത്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവിടുത്തെ ശബരിമല വിഷയത്തിൽ തന്നെ നവോത്ഥാനം മറക്കരുത്. 2016 ശേഷം കേരളത്തിൽ നവോത്ഥാനം വന്നു. ആ നവോത്ഥാനം അതിൽ കെട്ടിട്ട അതിലെ കല്ലുകൾ ഇവിടെ. എന്ത് നിലപാടാണ് അവർക്കുള്ളത്? ആ നിലപാടുകൾ NSS-ന്റെ മുമ്പിൽ തിരുത്തപ്പെട്ടു. NSS പറഞ്ഞില്ലേ തിരുത്താൻ, SNDP പറഞ്ഞില്ലേ തിരുത്താൻ. പിന്നെ എന്തിനാ ഈ പാർട്ടി കോൺഗ്രസ്, പിന്നെ എന്തിനാ ഈ പാർട്ടി പ്ലീനം, പിന്നെ എന്തിനാ ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം, പിന്നെ എന്തിനാ ഈ സെക്രട്ടേറിയറ്റ്? എന്ത് നിലപാടാണ് ഇവർക്കുള്ളത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇവർക്ക് നിലപാടില്ല എന്ന് പറയാൻ കാരണം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കാഞ്ചി കാമകോടി ശങ്കരാചാര്യര് ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ AK ആന്റണി അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹം പീഠത്തിലും ആന്റണി നിരത്തുമിരുന്നു. ഒരു ചടങ്ങാണത്. അതിനെ ഇവർ വിമർശിച്ചു CPM. എന്നിട്ട് ഇതേ സ്വാമിയാണോ കാഞ്ചി മഠാധിപതി, അദ്ദേഹം ആലപ്പുഴ ചെന്നപ്പം അന്നത്തെ മന്ത്രിമാരായിരുന്ന തോമസ് ഐസക്കും G സുധാകരനും താലത്തിൽ പൂക്കളും അതുപോലെ ഫലങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയി. എന്ത് നിലപാടാണുള്ളത് ഇവിടുത്തെ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അങ്ങനെ ഒരു പറയണം, ഞങ്ങളുടെ നവോത്ഥാന കാലത്തെടുത്ത നിലപാട് ശബരിമല സ്ത്രീ പ്രവേശം അത് ഒരു മിനിറ്റ്, അത് കഴിഞ്ഞ അധ്യായം എന്ന് പാർട്ടി സെക്രട്ടറി ME ഗോവിന്ദൻ, കഴിഞ്ഞ അധ്യായം അടഞ്ഞ അധ്യായം എന്ന് കടകംപള്ളി മുൻ ദേവസ്വം മന്ത്രി. എന്ത് നിലപാടുള്ളത്? അപ്പൊ ഇവർക്ക് നിലപാടുമില്ല. നിലപാടേ ഉള്ളൂ, ഭരണം കിട്ടാനുള്ള നിലപാട്. അത്രേ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോ.